കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ വിധേയപ്പെടാതെ മാതാപിതാക്കളോട് എതിർത്ത് പെരുമാറുകയും സംസാരിക്കുകയും തന്നിഷ്ടം പോലെ പെരുമാറുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ വീടുകളിൽ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ ശുശ്രൂഷകളിലൊക്കെ കാണാം. എന്താണ് കാരണം? അത് പഴയ നിയമത്തിൽ 11-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ബാബേൽ എന്ന് പറയുന്ന ഒരു ഗോപുരം പണിയാൻ ഈ ദൈവജനം ആഗ്രഹിച്ചു. അപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ അവർക്ക് പ്രശസ്തി ഉണ്ടാകാൻ ആഗ്രഹിച്ചു. അതായത് സ്വന്തം പേര് നിലനിർത്താൻ, പ്രശസ്തി നിലനിർത്താൻ അവർ ദൈവത്തിനോട് ആലോചന ചോദിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. എപ്പോഴും സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ഏതൊരുവനും അവിടെ ഭിന്നിപ്പുണ്ടാക്കുമെന്നുള്ളതാണ്. വേറിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ വീട്ടിലായാലും പഠനത്തിലായാലും ജോലിയിലായാലും വേറിട്ട് നിൽക്കുക, അത് ഈ ബാബേലിൻ്റെ അരൂപിയാണ്. അവിടെ ഭിന്നിപ്പുണ്ടാകി, ഭാഷ ചിതറിക്കപ്പെട്ടു, അവർ അവിടെ നിന്ന് മാറിപ്പോയി. അപ്പം നമ്മുടെ വീടുകളിൽ ഈ ഭിന്നിപ്പുണ്ടാകുകയാണെങ്കിൽ, വിധേയപ്പെടാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, അനുസരിക്കാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, അതിന് കാരണം ദൈവത്തോട് ആലോചന ചോദിക്കാത്തതിൻ്റെ പ്രകടമായ തെളിവാണ്. ദൈവത്തിനോട് ആലോചന ചോദിക്കുന്നവർ വിധേയത്തിൻ്റെ ആത്മാവാണ്. അവിടെ വിദ്വേഷത്തിൻ്റെ ആത്മാവുണ്ടാവില്ല, അവിടെ എളിമയുടെ ആത്മാവുണ്ടാവും, അവിടെ എതിർപ്പിൻ്റെ ആത്മാവുണ്ടാവില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും എന്തിനും ഇങ്ങനെ എതിർക്കുന്നൊരു അനുഭവം നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ നാം ഈ അരൂപിയെ തിരിച്ചറിയണം. 2 അരൂപിയെക്കുറിച്ച് ബൈബിൾ കാണുന്നുണ്ട്. ഒന്ന് ഈ ബാബിലോൺ അരൂപിയും ജസബൽ അരൂപിയും. അടിമത്തത്തിൻ്റെ നാടാണ് ബാബിലോൺ. ഈ അടിമത്തത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബാബേൽ എന്ന് പറയുന്ന ഗോപുരം പ്രശസ്തിക്ക് വേണ്ടി പണിയാൻ പോയപ്പോൾ ആ അരൂപി ഒരു തിന്മയുടെ അരൂപിയാണ് ഉണ്ടായത്. മഹത്വം, സ്വന്തം കാര്യം, താല്പര്യം, അങ്ങനെയുള്ള ചിന്ത കുഞ്ഞുങ്ങളിലും മാതാപിതാക്കളിലും ആരിലും വന്നാലും അവിടെ ഭിന്നിപ്പുണ്ടാകും. ഇത് ഭിന്നിപ്പിൻ്റെ ഒരു അരൂപിയാണ്. വിധേയം ഇല്ലാത്തൊരു അരൂപിയാണ്, അടക്കമില്ലാത്ത അരൂപിയാണ്, അനുരൂപണമില്ലാത്ത അരൂപിയാണ്, അസ്വസ്ഥതയുടെ ഒരു അരൂപിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അരൂപി നമ്മുടെ വീടുകളിലോ നമ്മുടെ ജോലി ചെയ്യുന്ന മേഖലകളിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ അരൂപിയെ വിട്ടുമാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിധേയപ്പെടാതെ, പലപ്പോഴും വിദ്വേഷത്തിൻ്റെയും അനുരൂപപ്പെടാതെ, പലപ്പോഴും അതിനെതിർത്ത് പറയുകയും എളിമപ്പെടാതെ എതിർക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അരൂപി അവിടുന്ന് എടുത്തു മാറ്റി വിധേയത്വത്തിൻ്റെ, എളിമയുടെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒരു അരൂപി അവിടുന്ന് ഞങ്ങളിൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.